ഒരു വശത്ത് മാസങ്ങളായിട്ട് ഒരു രൂപവുമില്ലാതെ ഒളിവിൽ കഴിയുന്ന ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമേനിയെ തിരഞ്ഞ് CIA-യും മൊസാദും നടത്തുന്ന രഹസ്യവേട്ട. മറുവശത്ത് ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ച ഹമാസ് ആയുധങ്ങൾ വച്ചു കീഴടങ്ങാൻ സമ്മതിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് സമാധാന കരാർ. ഇതിനിടയിൽ UK-യെ ഞെട്ടിച്ച ലണ്ടനിലെ അമിത ചെലവും വിസ നിയന്ത്രണങ്ങളും കാരണം 4 ലക്ഷത്തിലധികം ആളുകൾ നഗരം വിട്ടോടുന്ന പ്രതിസന്ധി. മറ്റൊരു വശത്ത് മൊറോക്കൻ അതിർത്തി തകർത്ത് 10,000 സ്പെയിനിലെ സെയോട്ടയിലേക്ക് ഇരച്ചു കയറുന്ന വൻ അതിർത്തി തകർച്ച. ഒപ്പം റെഡ് സീയിൽ ഹൂതി ആക്രമണങ്ങൾ തടയിടാൻ സൗദിയുടെ നേതൃത്വത്തിൽ 14 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച പുതിയ നാവിക സഖ്യം. ലോകരാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും മാറ്റിമറിക്കുന്ന ഈ പ്രധാന വാർത്തകൾ ഓരോന്നും പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഇറാൻ പതിറ്റാണ്ടുകളായിട്ട് സുപ്രീം ലീഡർ എന്ന ഒരൊറ്റ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഈ രാജ്യത്തിന്റെ മുഴുവൻ പവർ സ്ട്രക്ചർ. പ്രസിഡന്റ് ഉണ്ടെങ്കിലും അവസാന തീരുമാനം സുപ്രീം ലീഡറുടേതാണ്. മിലിറ്ററി, IRGC, ജുഡീഷ്യറി, ഫോറിൻ പോളിസി, ന്യൂക്ലിയർ പ്രോഗ്രാം എല്ലാത്തിന്റെയും അവസാന വാക്ക് അവിടെയാണ്. അപ്പോൾ ആ സുപ്രീം ലീഡർ ഇല്ലാതെ ആയാൽ എന്താകും സംഭവിക്കുന്നത്? 150 ദിവസങ്ങൾ, രൂപമില്ല, ശബ്ദമില്ല, എന്തിനേറെ ഒരു ഫോൺ കോൾ പോലും പുറത്തു പോയിട്ടില്ല. ഡിജിറ്റൽ ലോകത്തെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിച്ച ഒരു മനുഷ്യൻ. ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ സാറ്റലൈറ്റ് ഫോണോ ഉപയോഗിക്കാതെ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സർവ്വ കണ്ണുകളെയും വെട്ടിച്ച ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതെ, ലോകത്തെ ഏത് മൊബൈലും ഹാക്ക് ചെയ്യാൻ ശേഷിയുള്ള CIA-യും സർവ്വവ്യാപിയായ മൊസാദും ഇന്ന് കൈമലർത്തുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മുജ്തബ ഖമേനി സാങ്കേതിക വിദ്യയുടെ ഒരു അടയാളവും ബാക്കി വെക്കാതെ വനവാസത്തിന് സമാനമായിട്ടുള്ള ഒളി ജീവിതത്തിലാണ്. മുജ്തബ അയക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില കത്തുകൾ മാത്രമാണ് ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത്. സത്യത്തിൽ മുജ്തബ ജീവനോടെയുണ്ടോ, അതോ ഇല്ലാത്ത ഒരു നിഴലിനെയാണോ ഇസ്രായേൽ ചാരന്മാർ വേട്ടയാടുന്നത്? അമേരിക്കയുടെ CIA-യും ഇസ്രായേലിന്റെ മൊസാദും ഇറാനിലെ മുക്കും മൂലയും മുസ്തബയ്ക്കായിട്ട് അരിച്ചു പറക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ പരമോന്നത പദവിയിലെത്തിയ മുജ്തബ ഖമേനി ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? ആരാണ് ഇപ്പോൾ സത്യത്തിൽ ഇറാൻ ഭരിക്കുന്നത്? ഒപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർ അപ്ഡേറ്റ്സും പരിശോധിക്കാം. ഫെബ്രുവരി 28-ന് നടന്ന അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി പുതിയ സുപ്രീം ലീഡറായിട്ട് ചുമതലയേറ്റുവെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ, അതായത് ഏകദേശം 150 ദിവസത്തോളമായിട്ട് മുജ്തബ ഖമേനിയെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. മുജ്തബ ഒരു ഫോണോ ലാപ്ടോപ്പോ സാറ്റലൈറ്റ് ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നില്ല. മുജ്തബ നൽകുന്നു എന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയ കത്തുകൾ മാത്രമാണ്. ഇവിടെയാണ് CIA-യും മൊസാദും കളി മാറ്റിയത്. സാധാരണ ഡിജിറ്റൽ സിഗ്നലുകളോ സാറ്റലൈറ്റുകളോ വെച്ച് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർ ഹ്യൂമൻ ഇന്റലിജൻസ്, മനുഷ്യചാരന്മാരെ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. മുജ്തബയുടെ സന്ദേശങ്ങൾ കൊണ്ടുപോകുന്ന മൾട്ടി ടിയർ കൊറിയർ നെറ്റ്വർക്കിനെ തകർക്കാനാണ് അമേരിക്കൻ ഇസ്രായേൽ ഏജൻസികൾ ശ്രമിക്കുന്നത്. അതായത് ഒരു കൊറിയർ മറ്റൊരാൾക്ക് സന്ദേശം കൈമാറുന്നു, പക്ഷെ ആർക്കുള്ള സന്ദേശമാണെന്നോ ആരയച്ചതാണ് എന്നോ അവർക്ക് പോലും അറിയില്ല. ഈ ഒരു ചെയിനിലെ ഏതെങ്കിലും ഒരു കണ്ണി തകർന്നാൽ മുസ്തബയുടെ ഒളിത്താവളം പുറത്തുവരും. ഇനി സൗദി മാധ്യമമായ അൽ ഫദദ് ഇസ്രായേലി സെക്യൂരിറ്റി സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് മുജ്തബ ഖമേനി ഇപ്പോൾ ഇറാനിൽ പോലും ഇല്ല എന്നാണ്. അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു എന്നും അതല്ല ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. സ്വന്തം പിതാവിന്റെ വിലാപയാത്രയിലോ പൊതുചടങ്ങുകളിലോ പോലും മുജ്തബ പങ്കെടുത്തില്ല. എന്നാൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവകാശപ്പെടുന്നത് താൻ പുതിയ സുപ്രീം ലീഡറുമായിട്ട് നീണ്ട കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും ഭരണകാര്യങ്ങൾ സാധാരണ നിലയിൽ നടക്കുന്നുണ്ട് എന്നുമാണ്. പക്ഷേ ഇതിനൊന്നും ഒരു ഫോട്ടോയോ വീഡിയോയോ വോയിസ് ക്ലിപ്പോ തെളിവായിട്ട് നൽകാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെയാണ് ലോകരാഷ്ട്രങ്ങൾ വലിയൊരു ചോദ്യം ചോദിക്കുന്നത്. ഇല്ലാത്ത ഒരു നേതാവിന്റെ പേരിൽ സത്യത്തിൽ ഇറാനിൽ ഭരണം നടത്തുന്നത് ആരാണ്? റിപ്പോർട്ടുകൾ പ്രകാരം IRGC-യുടെ തലവൻ അഹമ്മദ് വാഹിദിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫുമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മുജ്തബ ഖമേനിയുടെ പേരിൽ പുറത്തുവരുന്ന പ്രസ്താവനകളെല്ലാം IRGC സ്വയം എഴുതി ഉണ്ടാക്കുന്നതാണ് എന്ന ആരോപണവും ശക്തമാണ്. ഇതിനിടെ തെഹ്റാനിൽ കടുത്ത ആഭ്യന്തര ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട്. ഇറാന്റെ ഹാർഡ് ലൈനേഴ്സും മിതവാദികളും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അമേരിക്കയുമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്താൻ ശ്രമിച്ച വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിക്ക് നേരെ ജനക്കൂട്ടം കല്ലെറിയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇനി ഏറ്റവും പുതിയ മിഡിൽ ഈസ്റ്റ് വാർ അപ്ഡേറ്റുകളിലേക്ക് വരാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയായത് മുജ്തബ ഖമേനിയുടെ നിലവിലെ അവസ്ഥയും ഇറാന്റെ മിസൈൽ ശേഖരവുമാണ്.
ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത് ഇറാന്റെ കൈവശം ഇനി 1500 മുതൽ 1600 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ആക്രമണങ്ങളിൽ ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു. അതേസമയം ഇറാന്റെ പിന്തുണയുള്ള ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന് PMF-ന് നേരെ അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി. ജോർദനിലെ അമേരിക്കൻ ബേസിന് നേരെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഇത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ പരസ്യമായിട്ട് അമേരിക്കയ്ക്കൊപ്പം ഇറാൻ വിരുദ്ധ ആക്രമണത്തിൽ പങ്കാളിയാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സുപ്രീം ലീഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നിഴൽ നേതാവിനെ മുന്നിൽ നിർത്തിയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. മുസ്തഫ ഖമീനി നേരിട്ട് ജനങ്ങൾക്ക് മുന്നിൽ എത്തുമോ, അതോ ഈ റണ്ണ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ചാരൻ വിള്ളലുണ്ടാക്കി മൊസാദ് അദ്ദേഹത്തെ കണ്ടെത്തുമോ? മിഡിൽ ഈസ്റ്റ് മറ്റൊരു കൂറ്റൻ സ്ഫോടനത്തിന്റെ വക്കിലാണ് എന്ന് പറയണം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കാണ് ലോകം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. മാസങ്ങളായിട്ട് തുടരുന്ന ചോരക്കളിക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള ബോർഡ് ഓഫ് പീസ് വഴി ചരിത്രപരമായിട്ടുള്ള ഒരു സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാസയിലെ സായുധ പോരാട്ടം അവസാനിപ്പിച്ച ഹമാസും മറ്റ് എല്ലാ മിലിറ്റന്റ് ഗ്രൂപ്പുകളും തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കംപ്ലീറ്റ് ഡിസാർമമെന്റിന് സമ്മതിച്ചു എന്നതാണ്. എന്നാൽ ഈ ചരിത്ര കരാറിന് തൊട്ടു പിന്നാലെ അണിയറയിൽ പുതിയ തടസ്സങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉന്നയിക്കുന്ന ആവശ്യങ്ങളും തെഹ്റാനിലെ പുതിയ നേതൃത്വം വഴി ഇറാന്റെ പ്രോക്സികൾ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകളും എന്തൊക്കെയാണ്? ഈ 15 പോയിന്റ് സമാധാന പ്ലാനിൽ എന്താണുള്ളത് പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ മാസങ്ങൾ നീണ്ട മധ്യസ്ഥതയ്ക്ക് ഒടുവിലാണ് ഹമാസ് ഈ കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ റോഡ് മാപ്പിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫേസ്ഡ് ഡിസാർമമെന്റ്, അതായത് ഘട്ടം ഘട്ടമായിട്ടുള്ള നിരായുധീകരണമാണിത്. ഗാസയിലെ വിവിധ മേഖലകളിൽ നിന്ന് ആയുധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേജ് ആയിട്ട് ശേഖരിക്കും. ഇനി ആയുധങ്ങൾ കൈമാറുന്നത് ആർക്കാണ്? ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ നേരിട്ട് ഇസ്രായേലിനോ മറ്റു വിഭാഗങ്ങൾക്കോ കൈമാറില്ല. പകരം ഗാസയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന ടെക്നോക്രാറ്റുകളുടെ സമിതിയായ നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ NCAG എന്ന സമിതിക്കാണ് നൽകുക. അടുത്തത് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റമാണ്. ഹമാസ് ആയുധങ്ങൾ കൈമാറുന്ന വേഗതയ്ക്ക് അനുസരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പിന്മാറും. അന്താരാഷ്ട്ര സമാധാന സേന ISF ഉണ്ടാവും. ഗാസയിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF എന്ന അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കും. ഇവർ പുതിയ പലസ്തീൻ പോലീസിന് പരിശീലനം നൽകുകയും ചെയ്യും. പതിറ്റാണ്ടുകളായിട്ട് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലും ഹമാസും തമ്മിൽ ഇനിയൊരു വിശ്വാസത്തിന് സാധ്യതയില്ല എന്ന് US അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് അല്ല, അതായത് വിശ്വാസമല്ല, അതായത് വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത് ഇത്. പകരം കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ മെക്കാനിക്സ് ഇതിലുണ്ട്. ഒരു സ്വതന്ത്ര ഇംപ്ലിമെന്റേഷൻ ആൻഡ് വെരിഫിക്കേഷൻ കമ്മിറ്റി രൂപീകരിക്കും. ഓരോ പ്രദേശത്തും ഹമാസ് പൂർണ്ണമായിട്ട് ആയുധം കൈമാറിയെന്ന് ഇവർ സർട്ടിഫൈ ചെയ്ത ശേഷമേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കൂ. ഒരു ഘട്ടത്തിൽ പാളിയാൽ കരാർ അപ്പോൾ തന്നെ സ്തംഭിക്കും. ഇതുകൂടാതെ തടങ്കലിലുള്ള ബാക്കി ബന്ദികളുടെ കൈമാറ്റവും ഗാസയിലെ തകർന്ന ടണലുകളുടെയും ആയുധ നിർമ്മാണശാലകളുടെയും പൂർണ്ണമായിട്ടുള്ള നിർവീര്യകരണവും ഈ പ്ലാനിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗാസയിൽ നിലവിലുണ്ടായിരുന്ന സ്വന്തം ഭരണകൂടത്തെ തന്നെ പിരിച്ചുവിട്ട് ടെക്നോക്രാറ്റ് സമിതിയായ NCAG-ക്ക് ഭരണം കൈമാറാൻ ഹമാസ് സമ്മതിച്ചത് വലിയൊരു മാറ്റമായിട്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നുണ്ട്. ഈ കരാറിലൂടെ ഹമാസ് ഗാസയിലെ ഭരണം പൂർണ്ണമായും ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പാലസ്തീനിയൻ അതോറിറ്റിക്ക് തൽക്കാലം ഗാസ ഭരണത്തിൽ റോൾ ഉണ്ടാകില്ല. ഭരണ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അവരെ പരിഗണിക്കൂ എന്നാണ് കരാറിലുള്ളത്. കരാർ വന്നെങ്കിലും കാര്യങ്ങൾ അത്ര സുഗമമല്ല. ഒന്നാമതായിട്ട് ഇസ്രായേൽ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തന്നെയാണ്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് നൽകിയ പ്രസ്താവന വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് മുന്നോട്ട് വെച്ച 15 പോയിന്റ് പ്രപ്പോസൽ ഗാസയുടെ പൂർണ്ണ ഡീമിലിറ്ററൈസേഷൻ ഇസ്രായേൽ വെച്ച നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായി നിർവീര്യമാക്കാതെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്ന വാശിയിലാണ് നെതന്യാഹു. രണ്ടാമതായിട്ട് ഇറാന്റെ നീക്കങ്ങളാണ്. മുൻ സുപ്രീം ലീഡർ അലി ഖമേനിയുടെ മരണശേഷം പുതിയ നേതൃത്വമായ മുസ്തഫ ഖമേനിയുടെ വക്താക്കളും ഇറാന്റെ പ്രാദേശിക പ്രോക്സികളും ഇതിൽ വലിയ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഹമാസ് കൈത്തോക്കുകളും വ്യക്തിഗത പ്രതിരോധ ആയുധങ്ങളും സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അതുപോലെ തങ്ങളുടെ മുതിർന്ന നേതാക്കളെ വധിക്കുന്നത് ഇസ്രായേൽ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ ആയുധങ്ങളും ഉപേക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് US-ഉം ഇസ്രായേലും.
ഇനി നിലവിലെ ഏറ്റവും പുതിയ യുദ്ധ സാഹചര്യം നോക്കുമ്പോൾ സമാധാന കരാർ പ്രഖ്യാപനം ഒരു വശത്ത് നടക്കുമ്പോഴും ഗാസയിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇറാഖിലും റെഡ് സീയിലും US സഖ്യസേന ശക്തമായ കാവൽ തുടരുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള വിപ്ലവ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം തടയാൻ സൗദി അറേബ്യയും അമേരിക്കയും സംയുക്ത നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനിൽ ഖമേനി കുടുംബത്തിന്മേൽ അമേരിക്കൻ സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഹമാസിന്മേൽ വിദേശ ഫണ്ടിങ്ങിന്റെ സമ്മർദ്ദം ഏറുകയും അവർ ഈ നിരായുധീകരണ കരാറിലേക്ക് ചുവടുവെക്കുകയും ചെയ്തത്. പ്രധാന ചോദ്യം ഇതാണ്: വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് നിരപരാധികളുടെ ചോര വീണ ഗാസയിൽ ട്രംപിന്റെ ഈ ബോർഡ് ഓഫ് പീസ് കരാർ യാഥാർത്ഥ്യമാകുമോ? ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുമോ? അതോ ഇസ്രായേലിന്റെയും ഇറാന്റെയും പുതിയ നീക്കങ്ങളിൽ ഈ ഒരു കരാർ തകരുമോ? ലോകം ഒന്നടങ്കം ഈ മണിക്കൂറുകളിൽ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. വിവരങ്ങളിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം തിരുത്തിയ ശേഷമേ പാൻ കാർഡിനായി അപേക്ഷിക്കാവൂ. പാൻ കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ഈ കർശനമായ കൂടിച്ചേർക്കൽ വഴി രാജ്യത്തെ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും അതുവഴി കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും സാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. സാധാരണയായി ജൂലൈ 31-നുള്ളിൽ ITR ഫയലിംഗ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നികുതി പോർട്ടലിലെ സാങ്കേതിക നവീകരണങ്ങളും നികുതിദായകർക്ക് തങ്ങളുടെ സാമ്പത്തിക രേഖകൾ കൃത്യമായി ഒത്തുനോക്കുന്നതിനുള്ള അധിക സമയവും കണക്കിലെടുത്താണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ തീയതി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. അവസാന നിമിഷത്തെ തിരക്കുകളും വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളും കാരണം ഒട്ടനവധി പേർക്ക് കൃത്യസമയത്ത് നികുതി ഫയൽ ചെയ്യാൻ സാധിക്കാറില്ലായിരുന്നു. ഈ പ്രതിസന്ധിക്കാണ് പുതിയ തീരുമാനത്തിലൂടെ താൽക്കാലിക പരിഹാരമായിരിക്കുന്നത്. തീയതി നീട്ടിയത് വഴി നികുതിദായകർക്ക് തങ്ങളുടെ ഫോം 26AS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നിവയിലെ വിവരങ്ങൾ ബാങ്ക് പലിശ വരുമാനങ്ങളുമായും ഓഹരി വിപണിയിലെ ലാഭ വരുമാനങ്ങളുമായും കൃത്യമായി ഒത്തുനോക്കാൻ ആവശ്യത്തിന് സമയം ലഭിക്കും. നിശ്ചിത തീയതിയായ സെപ്റ്റംബർ 15-നുള്ളിൽ തന്നെ റിട്ടേൺ സമർപ്പിക്കാത്തവർ കനത്ത പിഴ നൽകേണ്ടി വരും എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാനം 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 5000 രൂപ വരെയും അതിൽ താഴെയുള്ള
ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ക്യാപിറ്റലുകളിൽ ഒന്ന്, ലക്ഷക്കണക്കിന് ആളുകളുടെ ഡ്രീം സിറ്റി ലണ്ടൻ. പക്ഷേ ഇപ്പോൾ അതേ നഗരത്തിൽ ഒരു വിചിത്രമായ മാറ്റമാണ് നടക്കുന്നത്. ആളുകൾ ലണ്ടനിലേക്ക് പോകുകയല്ല, മറിച്ച് ലണ്ടൻ വിട്ടു പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായ ലണ്ടൻ നഗരം കാലിയാവുകയാണോ? അതെ, ഒഫീഷ്യൽ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ONS പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് UK ഭരണകൂടം. 1988 ശേഷം, അഥവാ കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായിട്ട് ലണ്ടനിലെ ജനസംഖ്യയിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തിലധികം ആളുകളാണ് ലണ്ടൻ നഗരം ഉപേക്ഷിച്ച് UKയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചേക്കേറിയത്. ലണ്ടൻ എന്ന ഡ്രീം സിറ്റിയെ ഉപേക്ഷിച്ച ആളുകൾ എന്തിനാണ് കൂട്ടത്തോടെ ഓടുന്നത്? പ്രവാസികളെയും വിദ്യാർത്ഥികളെയും ഇത് എങ്ങനെ ബാധിക്കും? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും അന്താരാഷ്ട്ര കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റങ്ങളും എന്തൊക്കെയാണ് പരിശോധിക്കാം. ലണ്ടൻ വർഷങ്ങളായിട്ട് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന നഗരം. ഫിനാൻസ്, ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ടൂറിസം, ഏത് മേഖല എടുത്താലും ലണ്ടൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഒരു വലിയ മാറ്റമാണ് കാണിക്കുന്നത്. ഇത് വെറും ഒരു വർഷത്തെ കണക്ക് മാത്രമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലണ്ടന്റെ വളർച്ചയുടെ വേഗം കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ടുള്ള പോപ്പുലേഷൻ ഡിക്ലൈൻ രേഖപ്പെടുത്തുന്നത്. ഇത് പ്ലാനേഴ്സിനെയും ഇക്കണോമിസ്റ്റിനെയും പോളിസി മേക്കേഴ്സിനെയും ഒക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ലണ്ടനിലെ ജനസംഖ്യയിൽ 0.3% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷം 91.5 ലക്ഷത്തിലധികം ഉണ്ടായിരുന്ന ജനസംഖ്യ ഒറ്റയടിക്ക് 91.2 ലക്ഷത്തിലേക്ക് താഴ്ന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 4,20,492 ആളുകൾ ലണ്ടൻ വിട്ടു പോയപ്പോൾ UKയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ലണ്ടനിലേക്ക് എത്തിയത് വെറും 2,88,531 പേർ മാത്രമാണ്. ഇംഗ്ലണ്ടിലെ മറ്റെല്ലാ മേഖലകളിലും ജനസംഖ്യാ വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ലണ്ടനിൽ മാത്രം ഇത് മൈനസിലേക്ക് പോയി. കാംഡൻ, വെസ്റ്റ്മിനിസ്റ്റർ, സൗത്ത് വാക്ക്, ന്യൂഹാം തുടങ്ങിയ പ്രധാന ലണ്ടൻ ഏരിയകളിലാണ് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നത്. ഇത്രയും വലിയൊരു ജനസംഖ്യാ തകർച്ചയ്ക്ക് കാരണം ഒരൊറ്റ കാര്യമല്ല, മറിച്ച് പല വിധത്തിലുള്ള സാമ്പത്തിക സാമൂഹിക ഘടകങ്ങളാണ്. ഒന്ന്, അനിയന്ത്രിതമായിട്ടുള്ള വാടകയും ജീവിത ചെലവും, കോസ്റ്റ് ഓഫ് ലിവിംഗ് ആൻഡ് ഹൗസിംഗ് ക്രൈസിസ്. ലണ്ടനിലെ വീട്ടുവാടകയും പ്രോപ്പർട്ടി വിലയും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം കുതിച്ചുയർന്നു. വരുമാന പങ്ക് വാടകയായിട്ട് കൊടുക്കേണ്ടി വരുന്നതോടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് തേടി ആളുകൾ ലണ്ടന്റെ സബർബൻ മേഖലകളിലേക്കും മറ്റ് ചെറുപട്ടണങ്ങളിലേക്കും മാറുകയാണ്. രണ്ടാമത്തേത് വർക്ക് ഫ്രം ഹോം ഒരു കൾച്ചറാണ്. പോസ്റ്റ് കോവിഡ് കാലത്ത് കമ്പനികൾ ഹൈബ്രിഡ് വർക്ക് ഫ്രം ഹോം രീതികൾ പ്രോത്സാഹിപ്പിച്ചതോടെ ദിവസേന ലണ്ടനിലെ ഓഫീസുകളിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യം ഇല്ലാണ്ടായി. കുറഞ്ഞ വാടകയിൽ വലിയ വീടുകൾ കിട്ടുന്ന കമ്മ്യൂട്ടർ ബെൽറ്റുകളിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങി. 3, കുത്തനെ ഇടിഞ്ഞ ജനന നിരക്ക്, ഫാളിംഗ് ബർത്ത് റേറ്റ്സ്. ലണ്ടനിൽ മരണത്തെക്കാൾ കൂടുതൽ ജനനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവ് നാച്ചുറൽ ചേഞ്ച്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജനന നിരക്ക് ഗണ്യമായിട്ട് കുറഞ്ഞു. കുട്ടികളെ വളർത്താനുള്ള അമിതമായ ചെലവ് കാരണം പല ചെറുപ്പക്കാരും കുടുംബം തുടങ്ങുന്നത് നീട്ടിവെക്കുകയോ നഗരം വിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ലണ്ടനിലെ പകുതിയോളം പ്രൈമറി സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം തികയാതെ ക്ലാസുകൾ പൂട്ടേണ്ട അവസ്ഥയിലാണ്. എന്നാൽ ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം UK സർക്കാരിന്റെ കർശനമായിട്ടുള്ള ഇമിഗ്രേഷൻ പോളിസികളാണ്. മുൻ വർഷങ്ങളിൽ ലണ്ടനിൽ നിന്ന് പ്രാദേശിക ആളുകൾ പുറത്തു പോയാലും വിദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും ആ ഒരു വിടവ് നികത്താറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ UK സർക്കാർ കൊണ്ടുവന്ന കടുത്ത വിസ നിയന്ത്രണങ്ങൾ കാര്യങ്ങളാകെ മാറ്റിമറിച്ചു. സ്റ്റുഡന്റ് വിസയിലും സ്കിൽഡ് വർക്കർ വിസയിലും വരുന്നവർക്ക് ഫാമിലി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള മിനിമം സാലറി ത്രെഷോൾഡ് ഉയർത്തി. ഇതിന്റെ ഫലമായിട്ട് 2023 വിദേശത്ത് നിന്നുള്ള ആ ഒരു അറ്റകുടിയേറ്റം, നെറ്റ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ 2,35,000 ആയിരുന്നത് 2025-26 കാലയളവിൽ വെറും 52,000 കുത്തനെ ഇടിഞ്ഞു. അതായത് വിദേശ കുടിയേറ്റക്കാരുടെ എണ്ണം 75% കുറഞ്ഞു. ലണ്ടനിലേക്ക് പുതുതായിട്ട് ആരും വരാതാവുകയും ഉള്ളവർ പോവുകയും ചെയ്തതോടെ നഗരം ചുരുങ്ങാൻ തുടങ്ങി. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ UK രാഷ്ട്രീയത്തിലും വലിയ വാക്പോര് തുടങ്ങിക്കഴിഞ്ഞു. ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ ഭരണപരാജയമാണ് ഇതെന്നാണ് പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആരോപണം. എന്നാൽ കുടിയേറ്റ നിയന്ത്രണങ്ങളും ദേശീയ സാമ്പത്തിക നയങ്ങളുമാണ് ഇതിന് കാരണമെന്ന് മേയറെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നു. ജനസംഖ്യ കുറയുന്നത് ലണ്ടന് ചില ആശ്വാസങ്ങൾ നൽകുന്നുണ്ട്. 9 മാസമായിട്ട് ലണ്ടനിലെ റിയൽ എസ്റ്റേറ്റ് വിലയും വാടക വർധനവും അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നികുതി വരുമാനത്തിലുണ്ടാകുന്ന ഇടിവും ടാക്സി, ഹോസ്പിറ്റാലിറ്റി, കെയർ ഹോം മേഖലകളിലെ തൊഴിലാളികളുടെ ക്ഷാമവും വരും നാളുകളിൽ ലണ്ടൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാകും. ചുരുക്കത്തിൽ സാങ്കേതിക
ബിസിനസിന്റെയും ആഗോള തലസ്ഥാനമായിരുന്ന ലണ്ടൻ ഇന്ന് സ്വന്തം ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധം ചെലവേറിയ ഒന്നായിട്ട് മാറിയതിന്റെ ഫലമാണിത്. ഈ ഒരു പ്രവണത തുടർന്നാൽ ലണ്ടൻ ഒരു ഗോസ്റ്റ് സിറ്റി, പ്രേത നഗരമാകുമോ, അതോ UK സർക്കാർ വിസ പോളിസിക്കും അതുപോലെ ഹൗസിംഗ് മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ? ഒരു കാലത്ത് എല്ലാവരും ലണ്ടനിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് പലരും ലണ്ടൻ വിട്ടു പോകാൻ ആലോചിക്കുന്നു. നഗരം മോശമായതുകൊണ്ടല്ല, ജീവിത ചെലവും ജീവിത രീതിയും മാറിയതുകൊണ്ടാണ്. അതുകൊണ്ട് ലണ്ടന്റെ ഈ ഒരു ജനസംഖ്യാ മാറ്റം ഒരു നഗരത്തിന്റെ കഥ മാത്രമല്ല, ഭാവിയിലെ ലോക നഗരങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചന കൂടിയാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ കടന്നു കയറുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ആർമി വരെ ഇറങ്ങേണ്ടി വരുന്നു. യൂറോപ്പിന്റെ ബോർഡർ സെക്യൂരിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം നടന്നത് യുക്രൈനിലോ മിഡിൽ ഈസ്റ്റിലോ അല്ല, സ്പെയിനിന്റെ ചെറിയ നഗരമായ സെയൂട്ടയിലാണ്. യൂറോപ്പിന്റെ സുരക്ഷാ അതിർത്തികളെ ആകെ ഉലച്ചുകൊണ്ട് വടക്കേ ആഫ്രിക്കൻ തീരത്ത് ഒരു വലിയ അതിർത്തി ദുരന്തവും അഭയാർത്ഥി തരംഗവും ഉണ്ടായിരിക്കുകയാണ്. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സ്പെയിനിന്റെ പ്രത്യേക ഭരണപ്രദേശമായിട്ടുള്ള സെയൂട്ടയിലേക്ക് 10,000 ആളുകളാണ് സുരക്ഷാ വേലികൾ തകർത്തും കടൽ നീന്തിക്കടന്നും ഇരച്ചു കയറിയത്. മണിക്കൂറുകൾക്കുള്ളിൽ അതിർത്തിയിലെ സുരക്ഷ പൂർണ്ണമായും തകർന്നു. തുടർന്ന് സെയൂട്ട നഗരസഭ അധ്യക്ഷൻ പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നും സൈന്യത്തെ ഇറക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് അതിർത്തിയിൽ സംഭവിച്ചത്? സ്പെയിൻ സുപ്രീം കോടതിയുടെ പുതിയ വിധി എങ്ങനെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാഫിയ മുതലെടുത്തത്? യൂറോപ്യൻ യൂണിയനെ പിടിച്ചുകുലുക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മൊറോക്കൻ അതിർത്തിയോട് ചേർന്നുള്ള സെയോട്ടയിലെ തരജാൽ തീരത്താണ് വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. അതിർത്തിയിലെ സുരക്ഷാ സേനയെയും പോലീസിനെയും പൂർണ്ണമായി അടിയറവ് പറയിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം കടലിലേക്ക് ചാടുകയും ബ്രേക്ക് വാട്ടർ നീന്തിക്കടന്ന് നഗരത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ടയർ ട്യൂബുകളിലും ലൈഫ് ജാക്കറ്റുകളിലും പിടിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘങ്ങൾ കരയിലേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതിനോടകം 30,000-ഓളം ആളുകൾ അതിർത്തി കടന്നെത്തിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ കടൽ നീന്തിക്കടക്കാൻ ശ്രമിച്ച 18-ലധികം ആളുകൾ മുങ്ങി മരിച്ചതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം ആളുകൾ അതിർത്തിയിലേക്ക് ഇരച്ചെത്തിയത്? ഇതിനു പിന്നിൽ സ്പെയിൻ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധിയുണ്ട്. അതിർത്തിയിൽ പിടിക്കപ്പെടുന്ന അഭയാർത്ഥികളെ ഉടനടി തിരിച്ചയക്കുന്ന സമ്മറി റിട്ടേൺ അല്ലെങ്കിൽ ഹോട്ട് റിട്ടേൺ രീതി നിയമവിരുദ്ധമാണ് എന്നും ഓരോരുത്തർക്കും സാധാരണ ഇമിഗ്രേഷൻ നടപടികൾക്കുള്ള അവകാശമുണ്ട് എന്നും സ്പെയിൻ സുപ്രീം കോടതി അടുത്തിടെ വിധിച്ചിരുന്നു. ഈ നിയമപരമായ വിടവ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ കൃത്യമായിട്ട് മുതലെടുത്തു. സ്പെയിനിലെത്തിയാൽ ഉടൻ പുറത്താക്കില്ല എന്ന പ്രചാരണം മൊറോക്കോയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ശക്തമായതോടെയാണ് ആളുകൾ കൂട്ടത്തോടെ അതിർത്തിയിലേക്ക് ഒഴുകിയെത്തിയത്. അഭയാർത്ഥി കേന്ദ്രങ്ങളെല്ലാം കവിഞ്ഞൊഴുകിയതോടെ സെയൂട്ടയിലെ പൊതുജന ജീവിതം സ്തംഭിച്ചു. റോഡുകളിലും തെരുവുകളിലും നൂറുകണക്കിന് ആളുകൾ അലഞ്ഞു തിരിയുന്ന ഒരു സാഹചര്യമാണ്. സെയൂട്ട ഗവർണർ ഹുവാൻ ഹെസൂസ് വിവോസ് കേന്ദ്ര സർക്കാരിനോട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും അതിർത്തി നിയന്ത്രണം ഏറ്റെടുക്കാൻ പട്ടാളത്തെ അയക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ സ്പെയിനിലെ ഇന്റീരിയർ മിനിസ്ട്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വിസമ്മതിച്ചു. അഭയാർത്ഥി കുടിയേറ്റം ദേശീയ സുരക്ഷാ ഭീഷണിയുടെ നിർവചനത്തിന് വരില്ല എന്നാണ് സർക്കാരിന്റെ വാദം. എങ്കിലും അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഫെർണാണ്ടോ ഗ്രാൻഡെ മാലാസ്ക നേരിട്ട് സെയൂട്ട സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം യൂറോപ്യൻ രാഷ്ട്രീയത്തിലും വലിയ സ്ഫോടനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിർത്തി സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഡെപ്യൂട്ടി PM മാറ്റിയോ സാൽവിനിയും കടുത്ത നിലപാടിലേക്ക് കടന്നു. അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത സ്പെയിനിനെ ഷെങ്കൻ സോൺ മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഇറ്റലി ആവശ്യപ്പെടുന്നത്. 2021 മെയ് മാസത്തിൽ 8,000-ഓളം ആളുകൾ ഇതുപോലെ സെയോട്ടയിലേക്ക് കടന്നു കയറിയിരുന്നു. എന്നാൽ അതിനെയും കടത്തിവെട്ടുന്ന ഒരു വലിയ അതിർത്തി തകർച്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ യൂറോപ്പിൽ വീണ്ടും വലിയ ചർച്ചകൾ തുടങ്ങി. ബോർഡർ സെക്യൂരിറ്റി കൂടുതൽ ശക്തമാക്കണോ? മൈഗ്രേഷൻ പോളിസി മാറ്റണോ? ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നിറവേറ്റണം? സ്പെയിനും മൊറോക്കോയും കൂടുതൽ സഹകരിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സ്പെയിൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. മൊറോക്കോയുമായി ചേർന്ന് സ്ഥിതി നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ്. അതിനൊപ്പം സിയോട്ടയിൽ എത്തിയ കുടിയേറ്റക്കാരുടെ സുരക്ഷ, താമസം, തിരിച്ചയക്കൽ നടപടികൾ എന്നിവയും വലിയ മാനുഷിക വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. സ്പെയിൻ നേരിടുന്ന ഈ അഭൂതപൂർവമായ അതിർത്തി പ്രതിസന്ധി വരും ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയന്റെ മൊത്തത്തിലുള്ള ഇമിഗ്രേഷൻ നയങ്ങളെ മാറ്റിമറിക്കുമോ? ആഫ്രിക്കയിൽ നിന്നുള്ള ഈ അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം എങ്ങനെ തടയും? ലോകം ഉറ്റുനോക്കുകയാണ്. സിയോട്ടയിലെ സംഭവം ഒരു ബോർഡർ ബ്രീച്ച് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മൈഗ്രേഷൻ ക്രൈസിസ് എത്ര സങ്കീർണമായിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്.
ഒരു വശത്ത് അതിർത്തി സുരക്ഷ, മറുവശത്ത് സുരക്ഷിതമായിട്ടുള്ള ജീവിതം തേടി ജീവൻ പണയം വെക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് യൂറോപ്പ് ഇന്ന് ഉത്തരങ്ങൾ തേടുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ആഗോള എണ്ണ വിപണിക്കും വൻ ഭീഷണി ഉയർത്തുന്ന റെഡ് സീ പ്രതിസന്ധിയിൽ നിർണായകമായൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ തുടർച്ചയായ കപ്പൽ ആക്രമണങ്ങൾക്കും നാവിക ഉപരോധത്തിനും തടയിടാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വൻ നാവിക പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ ചേർന്ന ഉന്നതതല സൈനിക യോഗത്തിൽ 43-ലധികം രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും പങ്കെടുത്തപ്പോൾ സൗദി ഉൾപ്പെടെ 14 പ്രമുഖ രാജ്യങ്ങൾ സഖ്യ രൂപീകരണത്തിൽ ഒപ്പുവച്ചു. പെട്ടെന്ന് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഇത്ര വലിയൊരു നാവിക കൂട്ടായ്മയ്ക്ക് മുന്നിട്ടിറങ്ങിയത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ സഖ്യത്തിലുള്ളത്? ആഗോള ക്രൂഡ് ഓയിൽ വിലയെയും വ്യാപാര മേഖലയും ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. സൗദി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് റിയാദിൽ ചേർന്ന അന്താരാഷ്ട്ര സൈനിക കോൺഫറൻസിലാണ് മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കോവാലിഷൻ രൂപീകരിക്കാൻ തീരുമാനമായത്. സൗദി അറേബ്യ സ്ഥാപക രാജ്യമായി നയിക്കുന്ന ഈ കൂട്ടായ്മയുടെ സ്ഥിരം ആസ്ഥാനം റിയാദിലായിരിക്കും. സൗദിയെ കൂടാതെ തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, ജോർദൻ, യമന്റെ ഔദ്യോഗിക സർക്കാരാണ്, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സൊമാലിയ എന്നീ 13 രാജ്യങ്ങളാണ് പ്രാരംഭ കരാറിൽ ഒപ്പുവെച്ചത്. ബാബൽ സ്ട്രീറ്റ്, റെഡ് സീ, ഗൾഫ് ഓഫ് ഏഡൻ എന്നീ സുപ്രധാന ജലപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ ഒരു സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പെട്ടെന്ന് ഇത്രയും രാജ്യങ്ങളെ ഏകോപിപ്പിച്ച ഒരു പ്രതിരോധ സഖ്യം ഉണ്ടാക്കിയത്? അതിനു പിന്നിൽ ഈ ദിവസങ്ങളിൽ നടന്ന കടുത്ത സൈനിക നീക്കങ്ങളാണ്. യമനിലെ ഹൂതി മിലിഷ്യ സൗദി അറേബ്യൻ ടാങ്കറുകൾക്കും ചരക്ക് കപ്പലുകൾക്കും നേരെ റെഡ് സീയിൽ ഉപരോധം പ്രഖ്യാപിക്കുകയും സൗദി ടാങ്കറിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു മറുപടിയായിട്ട് യമനിലെ ഹൊദൈദയിലുള്ള ഹൂതി സൈനിക താവളങ്ങൾക്ക് നേരെ സൗദി അറേബ്യ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെ ഹോർമുസ് കടലിടുക്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിലാണ് സൗദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി റൂട്ടായ ചെങ്കടൽ പാതയും അടയ്ക്കാൻ ഹൂതികൾ ശ്രമിച്ചത്. ഇത് ആഗോള എണ്ണ വിപണിയെ വൻ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്ന അവസ്ഥ വന്നതോടെയാണ് സൗദി പ്രതിരോധ നീക്കം ശക്തമാക്കിയത്. ഈ കൂട്ടായ്മ കേവലം ഒരു ചർച്ചാവേദി മാത്രമല്ല, മറിച്ച് ശക്തമായ സൈനിക ഏകോപന സംവിധാനമാണ്. ജോയിന്റ് മാരിടൈം ഓപ്പറേഷൻ സെന്ററാണ്. അതായത് കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ സംയുക്ത നാവിക പാട്രോളിംഗും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറലും, അതായത് ഇന്റലിജൻസ് ഷെയറിംഗും ഉണ്ടാകും. ഡിഫൻസീവ് സ്വഭാവം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന് എതിരെയല്ലെന്നും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള തികച്ചും സ്വയം പ്രതിരോധ സഖ്യമാണെന്നും സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ രാജ്യങ്ങൾക്കുള്ള പ്രവേശനം നിലവിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചെങ്കിലും ആവശ്യമായ ദേശീയ അനുമതികൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ ഒരു സഖ്യത്തിന്റെ ഭാഗമാകും. ലോകത്തെ ആകെ കടൽമാർഗ വ്യാപാരത്തിന്റെ 12 മുതൽ 15% കടന്നു പോകുന്നത് ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയാണ്. ഈ പാത അടഞ്ഞാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ സമയം 10 മുതൽ 15 ദിവസം വരെ കൂട്ടുകയും ഇൻഷുറൻസ്, ഇന്ധന ചെലവുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്യും. വിപണിയിൽ താൽക്കാലിക ആശ്വാസം പ്രകടമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഈ സഖ്യത്തിന്റെ വിജയം ഏറെ നിർണായകമാണ്. റെഡ് സീ വീണ്ടും ഒരു വൻകിട ശക്തി പരീക്ഷണ കേന്ദ്രമായിട്ട് മാറുകയാണ്. സൗദിയുടെ നേതൃത്വത്തിലുള്ള ഈ 14 രാജ്യ സഖ്യത്തിന് ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? അതോ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൂടുതൽ സങ്കീർണമാകുമോ? വരും ദിവസങ്ങളിൽ അറിയാം. മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും ഈ താൽക്കാലികമായിട്ടുള്ള അസ്ഥിരതകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ നയതന്ത്ര ചർച്ചകളിലൂടെയും രാജ്യാന്തര സഹകരണത്തിലൂടെയും സുസ്ഥിരമായിട്ടുള്ള ഒരു നാളേക്ക് വഴി തുറക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്ത് പലയിടത്തും വലിയ പ്രതിസന്ധികളും പോരാട്ടങ്ങളും നടക്കുന്നുണ്ടെങ്കിലും വിദ്വേഷത്തിനപ്പുറം സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒടുവിൽ വിജയിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ഈ പുതിയ നീക്കങ്ങൾ ലോകത്തെ കൂടുതൽ ശാന്തവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു നാളേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.